Okay. So നമുക്ക് start ചെയ്യാം. In 1857, Rebel showed a greater centripetal tendency towards Delhi. So you agree, substantiate. Okay. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ അല്ല ഡു യു ആണ്. ഡു യു എഗ്രി, പിന്നെ സബ്സ്റ്റാൻഷിയേറ്റ് കൂടാണ്. കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളെ മെയിൻസിൽ നമ്മൾ ആൻസർ എടുക്കുമ്പോൾ കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് അത് ബേസിക്കലി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുക. വിത്ത് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നല്ല ആർഗ്യുമെന്റ് വെച്ച് അതിനെ ന്യായീകരിക്കുക, സാധൂകരിക്കുക. ഇതാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ. പക്ഷെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? ഡു യു എഗ്രി എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഡു യു എഗ്രി, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ നിന്ന് മാറിയും ചിന്തിക്കാം. ഡു യു എഗ്രി എന്താണെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റ്. ഓക്കെ, ഇതാണ് സബ്സ്റ്റാൻഷിയേറ്റ് ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നമുക്ക് ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ആൻസർ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്കും ചിലപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കാണും. സോ അത് എങ്ങനെ എഴുതുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സോ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയാം, നിങ്ങൾക്ക് പിന്നെ ആഡ് ഓൺ ചെയ്യാം. സോ നമുക്കൊരു ഗ്രൂപ്പായിട്ട് മൊത്തത്തിൽ നമുക്കൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഓക്കെ, സോ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്, ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദി ലിമിറ്റേഷൻസ് ഓഫ് ദിസ് റിവോൾട്ട്. ഓക്കെ, അതായത് എന്താ പറഞ്ഞ, ഒരു ഈ ഞാനിവിടെ കണ്ടന്റഡ് എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടന്റഡ് എന്നുള്ള വാക്കും അത്ര കറക്റ്റ് അല്ല. ബിക്കോസ് അവർക്ക് ബഹദൂർ ഷാ തന്നെ എംപറർ ഓഫ് ഇന്ത്യ ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം, വൺ സെക്കൻഡ്, ഹലോ, ഓക്കെ. സോ ബഹദൂർ ഷാ ദി സെക്കൻഡിനെ എംപറർ ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് എന്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതിന് പല റീസൺസ് ഉണ്ട്. ബിക്കോസ് അവർക്ക് എന്താ പറഞ്ഞ, ഒരു ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു റിവോൾട്ട് അല്ല ഇത്. ഓക്കെ, ഇമ്മീഡിയറ്റ് ഗ്രീവൻസസ് കാരണം ഉണ്ടായതാണ്. ഇതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഫ്യൂച്ചർ ഇന്ത്യ, അതിനെ പറ്റിയിട്ടുള്ളൊരു വിഷനും അവർക്കില്ല. ഓക്കെ, അത് മാത്രമല്ല ഓർഗനൈസേഷണൽ കപ്പാസിറ്റിയും ഇവർ കാണിച്ചിട്ടില്ല. ഇവർക്ക് കുറച്ചുകൂടി ഓർഗനൈസേഷണൽ കപ്പാസിറ്റി, ഇവരെന്തുകൊണ്ട് ഡൽഹിയിൽ തന്നെ ഒതുങ്ങി നിന്നു? ലാക്ക് ഓഫ് ഓർഗനൈസേഷണൽ കപ്പാസിറ്റിയാണ്. ഓർഗനൈസേഷണൽ കപ്പാസിറ്റി എന്തു പറയുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയേനെ. റാണി ലക്ഷ്മിബായി, നാനാ സാഹേബ് പോലുള്ള ആൾക്കാരോട് റീച്ച് ഔട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഷിപ്പോയ്സിന് പറ്റിയാണ്. ഓക്കെ, പിന്നെ ഇവർക്ക് ആ സെൻട്രിപെറ്റൽ ടെൻഡൻസി കാണിക്കാനായിട്ടുള്ള മറ്റൊരു ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ തന്നെ യൂണിറ്റി ഇല്ല. ബഹദൂർ ഷാ ദി സെക്കൻഡിനെ എംപറർ ആയിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രബലരായിട്ടുള്ള ഷിപ്പോയ്സിന്റെ തീരുമാനമായിരുന്നു. പക്ഷെ ഷിപ്പോയ്സിന്റെ ഇടയിൽ തന്നെ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഭക്ത് ഖാൻ ലീഡർ ആണെങ്കിലും ഹി വാസ് നോട്ട് ദി ലീഡർ ഓഫ് എവരി ഷിപ്പോയ്സ്. സോ അവര് ഡിവൈഡഡ് ആയിരുന്നു. അവർ റീച്ച് ഔട്ട് ചെയ്തില്ല. ഓക്കെ, അവർ റീച്ച് ഔട്ട് ചെയ്തില്ല. ബാക്കിയുള്ള ലീഡേഴ്സുമായിട്ട് പോയൊരു കോണ്ടാക്ട് ഉണ്ടായില്ല. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ഇതിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഐസൊലേറ്റഡ് ആയിരുന്നു. ഓക്കെ, എല്ലാ സ്കേർമിഷസും ഐസൊലേറ്റഡ് ആയിട്ട് നിലനിന്നു. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് 1 by 1 ആയിട്ട് ഇതിനെ എന്തായിരുന്നു ഇവരെ എല്ലാവരും തോൽപ്പിക്കാൻ പറ്റി. ഓക്കെ, ആ സെൻട്രിപെറ്റൽ ടെൻഡൻസി നിങ്ങൾക്ക് ഈ നിങ്ങൾ എല്ലാവരും തന്നെയും ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്തത് എന്തുകൊണ്ട് അവര് സെൻട്രിപെറ്റൽ ടെൻഡൻസി കാണിച്ചു എന്നുള്ള കാര്യം മാത്രം പലരും അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഡൽഹിക്ക് ആ സിംബോളിക് ആൻഡ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമാണ് പലരും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ഈ ക്വസ്റ്റ്യൻ ഇതൊരു ക്രിറ്റിസിസമാണ്. ഈ സെൻട്രിപെറ്റൽ ടെൻഡൻസി ടുവേർഡ്സ് ഡൽഹി എന്ന് പറഞ്ഞ് അവർ കാണിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഷിപ്പോയിസിന്റെ ലിമിറ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്.
അല്ലാതെ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നൊന്നും അല്ല. ഓക്കെ, സോ ആ ലിമിറ്റേഷൻസ് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇങ്ങനെയായിരിക്കും ഞാൻ ആൻസർ എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒത്തിരി നല്ല പോയിന്റ്സ് ഉണ്ട്. സോ അതാണ്, ഒരിക്കലും ഞാൻ പറയുന്ന കംപ്ലീറ്റ്ലി എടുക്കില്ല. ഓക്കെ, കാരണം ഈ ആൻസറിനെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ചിന്തിച്ച് കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു പെർസെപ്ഷൻ ഒന്ന് ആഡ് ഓൺ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, കാരണം ആ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് നമുക്ക് എപ്പോഴും, എസ്പെഷ്യലി ഹിസ്റ്ററി, സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റുകൾക്ക് ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ശരി. ഞാൻ സ്ലൈഡ് മാറ്റുവാണ്. നിങ്ങൾക്ക് എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് മാറ്റാണ്. ഞാൻ ഓഡിബിൾ ആണോ വൃത്തിക്ക്? കണക്ഷൻ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ അല്ലേ? ഓക്കെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സാമിൻ ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി റൈസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് 19th century. സോ ഇവിടുത്തെ കീവേഡ് എന്താണ്? എക്സാമിൻ ആണ്. ഓക്കെ, സോ കീവേഡ് ഈസ് എക്സാമിൻ. എക്സാമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിനെ എക്സാമിൻ ചെയ്യാം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിനെ എക്സാമിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഈ എക്സാമിൻ എന്ന് പറഞ്ഞ കീവേഡ് ഒരല്പം കൺഫ്യൂസിങ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മളിങ്ങനെ പറയുവാണ്, ഔറംഗസേബിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഡെക്കാൻ പോളിസി ആയിരുന്നു. ഓക്കെ, അവിടെ ഈ എക്സാമിൻ ഇടാം. അപ്പൊ അങ്ങനത്തെ ഒരു അനലിറ്റിക്കൽ രീതിയിൽ എക്സാമിൻ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരുന്നോണം, അതിനെ കീറി മുറിച്ച് വിശകലനം ചെയ്ത് അത് ആ സ്റ്റേറ്റ്മെന്റ് ഒരു നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നൊരു കൺക്ലൂഷൻ കൊടുക്കണം. ഓക്കെ, നമ്മളൊരു പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, 10 മാർക്കിന്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ 10ൽ 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കും അല്ലെ? സോ എക്സാമിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇത് കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടാണ്. പക്ഷെ പൊതുവെ എക്സാമിൻ ചോദിക്കുന്നത് ഭയങ്കര അനലിറ്റിക്കൽ പോസിബിലിറ്റി ഉള്ള ഏരിയാസിൽ നിന്നാണ് ചോദിക്കുന്നത്. സോ അങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ കീറി മുറിച്ച് ഇന്ന കാരണങ്ങൾ, എന്നിട്ട് ആ ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു അങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതാണ് എക്സാമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ കൺക്ലൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി ബ്യൂട്ടിഫുൾ. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ഓർത്തെഴുതണം. ഓക്കെ, കൺക്ലൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പല ആൻസേഴ്സിലും നിങ്ങളുടെ പ്രശ്നം, ഒരു പ്രശ്നം ഞാൻ കാണുന്ന ഇതാണ്, നിങ്ങൾക്ക് ആർക്കും വൃത്തിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല കൺക്ലൂഷൻസ് വരുന്നില്ല. ഇൻട്രൊഡക്ഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൺക്ലൂഷൻ. കൺക്ലൂഷനിലെ പല പോയിന്റ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. കൺക്ലൂഡിങ് പാർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയാം, പക്ഷെ ഒരൊറ്റ വരിയിലൊക്കെ പല ആൾക്കാരും കൺക്ലൂഡ് ചെയ്യുന്നു. എക്സാമിൻ, ഇവാലുവേറ്റ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം കൺക്ലൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറന്നു പോലും കേട്ടോ. സോ ഇത് ബേസിക്കലി നിങ്ങൾ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ല പോയിന്റ്സ്, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. റേഷ്യൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, റീഡിസ്കവറി ഓഫ് ഇന്ത്യസ് പാസ്റ്റ്, ഹിന്ദു റിവൈവലിസം, contact with Western civilization, English education, economic policies created the difficulties, be it the land revenue policies, destruction of traditional economic structure, limited employment opportunities, famines. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കൺക്ലൂഡിങ് പാർട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഉൾപ്പെടുത്താം കേട്ടോ. അതായത് സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊന്നുമില്ല. കൺക്ലൂഡിങ് പാർട്ടിൽ നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ കൂടാതെ ചില പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും എന്ത് ചെയ്തു, ഇന്ത്യനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ലൈക്ക് ദി ഐഡിയോളജി ഓഫ് നാഷണലിസം ഓർ ദി റിയാക്ഷണറി പോളിസീസ് ഓഫ് ദി കൊളോണിയൽ റൂളേഴ്സ്. ഓക്കെ,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കൺക്ലൂഡിങ് പാർട്ടിലും ആഡ് ചെയ്യാം. കൺക്ലൂഷനിൽ ജസ്റ്റ് ഒരു പെറിഫറൽ രീതിയിൽ അതൊന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ആൻസർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, മാറ്റിക്കോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ആയിരുന്നു ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, അത്ര ചലഞ്ചിങ് ഒന്നും അല്ല, പക്ഷെ ഉള്ളതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. പിന്നെ ഏൻഷ്യന്റ് ഇന്ത്യയിലെ ക്രിട്ടിക്കലി എക്സാമിൻ ദി പൊസിഷൻ ഓഫ് വിമൻ ഇൻ, അല്ലെ, അതും ഭയങ്കര ചലഞ്ചിങ് ആണ്. കോൺഗ്രസ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ എ ഡേ. ഓക്കെ, outcome of various events and political awakening that began in the 1870s. Illustrate. Okay, കീവേഡ് എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രേറ്റ് ആണ്. ഇല്ലസ്ട്രേറ്റ്, എലൂസിഡേറ്റ്, ഇങ്ങനെയൊക്കെ. ഓക്കെ, ഇല്ലസ്ട്രേറ്റ്, എലൂസിഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുക തന്നെയാണ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾക്ക് സാധൂകരിക്കാം. ഇതിനകത്ത് പല ആൾക്കാരും വിട്ടുപോയിട്ടുള്ള കാര്യം, കാരണം സി, ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി വാൽവ് തിയറിയാണ്. കോൺഗ്രസിന്റെ സേഫ്റ്റി വാൽവ് തിയറി പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വിമർശിച്ചു. അതിന്റെ ഒരു ഡിഫൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഓക്കെ, ശരിക്കും സേഫ്റ്റി വാൽവ് തിയറിനെ തള്ളിക്കളയാൻ പറ്റുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ നമുക്ക് പലപ്പോഴും കൺക്ലൂഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. സേഫ്റ്റി വാൽവ് തിയറിനെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു കൺക്ലൂഷൻ ആണ് ഇത് കേട്ടോ. കോൺഗ്രസ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ എ ഡേ. It was the outcome of various events and political awakenings that began in 1870s. ബ്യൂട്ടിഫുൾ കൺക്ലൂഷൻ ആണ് ശരിക്കും പറഞ്ഞത്. അതൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ആ ചോദ്യം വരാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരിക്കുക. ഫാക്ടേഴ്സ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം നിങ്ങൾ പറയാം. ഓക്കെ, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എൻറ്റയർ അപ്രോച്ച്, അൾട്ടിമേറ്റ്ലി ഈ ക്വസ്റ്റ്യനിലെ നിങ്ങളുടെ എൻറ്റയർ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോൺഗ്രസിന്റെ ഫോർമേഷൻ ഇറ്റ് ഫോളോഡ് എ നാച്ചുറൽ ലോജിക് ഓഫ് ദി ടൈം പീരീഡ് എന്നുള്ളതായിരിക്കണം. ഓക്കെ, കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത, ആ സാഹചര്യങ്ങൾ ഇങ്ങനെ പോയത് കൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം വന്നു. കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു സംഘടന ഉണ്ടായേനെ. കോൺഗ്രസ് എന്നുള്ളതല്ല, ഇന്ത്യയിൽ ഒരു നാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു നാഷണൽ ഓർഗനൈസേഷൻ, മോഡേൺ പൊളിറ്റിക്കൽ ലൈനിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു നാഷണൽ ഓർഗനൈസേഷൻ 1885 ഓട്ടോമാറ്റിക്കലി ഉണ്ടായേനെ. വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറഞ്ഞാൽ ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സിയാണ്. ഓക്കെ, സോ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ ഒരു നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ ടു ഡിമാൻഡ് പൊളിറ്റിക്കൽ റിഫോംസ്, ടു ഡിമാൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ടു ഒപ്പോസ് ദി പോളിസീസ് ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഡിമാൻഡ് ചെയ്യാനും ഗവൺമെന്റിന് ഒരു ഒപ്പോസിഷൻ പോലെ ആക്ട് ചെയ്യാനും ഒരു സംഘടന ഓട്ടോമാറ്റിക്കലി വളർന്നു വന്നേനെ. അതിന് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഫോർ ദി റൈസ് ഓഫ് നാഷണലിസം, അത് എഴുതുക. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അവിടെ എഴുതുക. ഓക്കെ, ഇതൊക്കെ കുറച്ച് എഴുതിയാൽ മതി. ഓക്കെ, ജസ്റ്റ് കുറച്ചതായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷെ നിങ്ങൾ കൺക്ലൂഡിങ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേനും എന്താണ്, നിങ്ങൾ ആ സേഫ്റ്റി വാൽവ് തിയറിനെ ഒന്ന് ടാർഗറ്റ് ചെയ്യണം. അതായത് ഇതൊരു ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി തുടങ്ങിയ ഒരു സംഘടനയാണ് എന്നുള്ളൊരു ക്ലെയിമും ഉണ്ട്. പക്ഷെ നമുക്കതിനെ നിഗേറ്റ് ചെയ്യാം. കാരണം എ ഒ ഹ്യൂം ഒരു ട്രൂ ലിബറൽ ആയിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹം റിപ്പണ്ട പോളിസീസ് കൺസർവേറ്റീവ്സ് അട്ടിമറിക്കുമോ എന്ന് അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഒരു നല്ലൊരു ഒപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിലെ ഹെർ മജസ്റ്റീസ് ഒപ്പോസിഷൻ പോലെ ഇന്ത്യയുടെ നല്ലൊരു ഒപ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി തുടങ്ങിയതാണ് കോൺഗ്രസ്. അത് മാത്രമല്ല, ഹ്യൂമന്റെ ആ സുപ്രാ റീജിയണൽ ഐഡന്റിറ്റി ഈ ആ ടൈമിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ത് ചെയ്തു, യൂസ് ചെയ്തു. കാരണം ആ സുപ്രാ റീജിയണൽ ഐഡന്റിറ്റി ആവശ്യകതയായിരുന്നു. ബിക്കോസ് ഇവർക്ക് എല്ലാവർക്കും ഒരു റീജിയണൽ ലീഡേഴ്സിന്റെ ഒരു ലേബൽ ഉണ്ടായിരുന്നു. സോ ഇവരെല്ലാം ഒരു കൂടെ കീഴിൽ ഒന്നിക്കാൻ ഹ്യൂമന്റെ ഒരു സുപ്രാ റീജിയണൽ ഐഡന്റിറ്റി ആവശ്യവുമായിരുന്നു. സോ സേഫ്റ്റി വാൽവ് തിയറിയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകാനായിട്ടുള്ളൊരു റീസൺ എന്ന്
നിങ്ങൾക്കത് മനസ്സിലായില്ല കേട്ടോ. ആരും തന്നെയും ആ ഒരു ഞാൻ അഫ്താബിന്റെ ഞാൻ ശരിക്കും നോക്കിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി അഫ്താബ് ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് തന്നായിരുന്നു. അഫ്താബെ ഞങ്ങൾ നല്ല തിരക്കായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇവാലുവേറ്റ് തന്നിട്ടില്ല. ഓക്കെ, ഞാൻ അത് നോക്കിയിട്ട് ഞാൻ ചെയ്തുതരാം, ഇന്ന് തന്നെ ചെയ്തുതരാം. അപ്പം ബാക്കി ആരും തന്നെയും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കുഴപ്പമില്ല, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ സെഷൻസ് വെക്കുന്നത്. ഓക്കെ, ഏതായാലും ഇത് ഒരു നല്ല കൺക്ലൂഷനാണ്. പിക്ക് ചെയ്തെടുത്തു കേട്ടോ. കോൺഗ്രസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും രീതിക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കൺക്ലൂഷനാണ്. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ ആണോ? മാറ്റുവാണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എൻഷ്യന്റും കൂടി എഴുതി തന്നത് കൊണ്ട് നിങ്ങൾ അസീം നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്ത് തന്നോളൂ. പിന്നെ എൻഷ്യന്റും കൂടി എനിക്ക് ചില ആൾക്കാർ എഴുതി തന്നത് കൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ് ഡ്യൂറിങ് that transition phase from early to later Vedic period. ഭയങ്കര ഡയറക്റ്റ് ആണ്, ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം കീവേഡ് ഡിസ്കസ് ആണ്. ഡിസ്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, ലക്ഷറിയാണ്. എങ്ങനെ വേണമെങ്കിലും ഡിസ്കഷൻ കൊണ്ടുപോകാം അല്ലെ. നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറയുന്നു, ഡിസ്കഷൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ല മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. സോ ഇവിടെ കീവേഡ് ഡിസ്കസ് ആണ്. സോ മെയിൻലി നിങ്ങൾ ആ കറക്റ്റ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ മതി. കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നോ? ഏർലിയിൽ നിന്ന് ലേറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എലിമെന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി? ഓക്കെ, ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, എലമെന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? രണ്ട് സൊസൈറ്റീസും ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. ആണോ? ഇവിടെ എനിക്ക് നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. രണ്ടും മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആയിരുന്നോ? അതോ സോഷ്യോ ഇക്കണോമിക് ഇക്വാളിറ്റി കാണാൻ പറ്റുമോ? എന്തായാലും മിണ്ടാത്തെ? മെയിൽ ഡോമിനേഷൻ ഉണ്ടായിരുന്നു. രണ്ടും മെയിൽ ഡോമിനേഷൻ ആയിരുന്നു. പക്ഷെ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട വൾണറബിലിറ്റീസ് കുറവാണെന്നേ ഉള്ളൂ. ഓക്കെ, ആ ഡോമിനേഷന്റെ എക്സ്റ്റെൻഡ് ഒരല്പം കുറവായിരുന്നേ ഉള്ളൂ. രണ്ടും മെയിൽ ഡോമിനേറ്റ് സൊസൈറ്റി തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്ത ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. എക്സ്പാൻഷൻ ഓഫ് ഇൻഡോ ആര്യൻസ് രണ്ട് ഫേസിൽ നടന്നു അല്ലെ. അഫ്ഗാനിസ്ഥാൻ ഈ വേദിക് ടൈമില് അഫ്ഗാനിസ്ഥാൻ ഈ പാകിസ്ഥാൻ റീജിയൻസിലേക്ക്, നോർത്ത് വെസ്റ്റേൺ റീജിയൻസിലേക്കായിരുന്നു എക്സ്പാൻഡ് ചെയ്തെങ്കിൽ ലേറ്റർ വേദിക് ടൈമില് എക്സ്പാൻഷൻ ഗാൻജറ്റിക് പ്ലെയിനിലേക്ക് ഒരു എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പീരീഡ് ഓഫ് എക്സ്പാൻഷൻ ആണ് രണ്ടും. അഗ്രികൾച്ചർ ആയിരുന്നു പ്രൈമറി ഓക്യുപ്പേഷൻ ആണോ? ഈ പല UPSC ആൾക്കാരുടെ നോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആനിമൽ ഹസ്ബൻഡറി ആണ് പ്രൈമറി ഓക്യുപ്പേഷൻ എന്ന്. തെറ്റാണ് കേട്ടോ. അഗ്രികൾച്ചർ തന്നെയായിരുന്നു പ്രൈമറി ഓക്യുപ്പേഷൻ കേട്ടോ. രാജൻ എന്ന് പറയുന്ന ആളുടെ പ്രൊമിനൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഏർലി വേദിക് പീരീഡില് രാജൻ ഇലക്റ്റഡ് ആണ് എന്ന് വിചാരിച്ച് രാജനെ ആൾക്കാർ കൺട്രോൾ ഒന്നും ചെയ്തിരുന്നില്ല. രാജൻ ഇലക്റ്റഡ് ആയിരുന്നു എന്ന് വിചാരിച്ച് രാജനെ ആരും തന്നെയും, അല്ലെങ്കിൽ രാജൻ തുല്യനായിരുന്നു എന്ന് നിങ്ങൾ കരുതരുത്. വാർ ബൂട്ടിന്റെ ഒരു മേജർ ഷെയറും രാജനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. യോദ്ധാക്കളുടെ നേതാവാണ്. ഓക്കെ, സോ രാജൻ ഒരു പ്രൊമിനൻസ് ഏർലി വേദിക് പീരീഡിലും ഉണ്ട്. ലേറ്റർ വേദിക് പീരീഡിൽ പിന്നെ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ഹെറിഡിറ്ററി പൊസിഷൻ ആയിട്ട് മാറി. പക്ഷെ ഏർലി വേദിക് പീരീഡിലും സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമിനൻസ് ഓഫ് രാജനാണ്. ഇൻഇക്വാളിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ ജെൻഡർ ആൻഡ് റാങ്ക്. ഓക്കെ, അത് നമുക്ക് കാണാൻ സാധിക്കും. സ്ലേവറി ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു സംഭവമാണ് സ്ലേവറി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്ലേവറി. രണ്ട് ഫേസിലും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ എലമെന്റ്സ് ഓഫ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, ചേഞ്ചസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെറ്റിൽഡ് ലൈഫ്. ഓക്കെ, സെറ്റിൽഡ് ലൈഫ് ഭയങ്കര കോമൺ ആയിട്ട് മാറി. അതൊരു ചേഞ്ച് ആണ്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ലേറ്റർ വേദിക് പീരീഡ് ഏർബനൈസേഷന്റെ ഒരു തുടക്കം അല്ലെ. നഗര എന്ന് പറഞ്ഞൊരു ടേം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഒരു സ്ലോ ബിഗിനിങ് ഓഫ് ഏർബനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു റിച്വലിസ്റ്റിക് റിലീജിയൻ മാറി. ഏർലി വേദിക് ടൈമിൽ റിലീജിയൻ എങ്ങനെയാണ്?
ഏർലി വേദിക്കിലെ റിലീജിയൻ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ പ്രയേഴ്സ്. ഭയങ്കര സിമ്പിൾ ആണ്, സിമ്പിൾ ആൻഡ് പ്ലെയിൻ റിലീജിയൻ ആണ്. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള റിലീജിയൻ ആണ് ഏർലി വേദിക് പീരീഡിൽ അല്ലെ. പശു, പ്രജ ആൻഡ് പുത്ര, 3 ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. പശു, പ്രജ, പുത്ര, മകൻ ഉണ്ടാകുക, സമ്പത്ത് ഉണ്ടാകുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമുള്ള ഒരു റിലീജിയൻ ആണ് ഏർലി വേദിക് റിലീജിയൻ. ലേറ്റർ വേദിക് വന്നപ്പോൾ ഭയങ്കര റിച്വലിസ്റ്റിക് ആയിട്ട് മാറി. റിച്വലിസ്റ്റിക് ആയിട്ട് മാറി എന്ന് മാത്രമല്ല, ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് മാറി. റിച്വലിസ്റ്റിക് ആൻഡ് കോംപ്ലക്സ് റിലീജിയൻ, അത് ലേറ്റർ വേദിക്കിന്റെ പ്രത്യേകതയാണ്. സൊസൈറ്റിയിൽ റിജിഡ് ഡിവിഷൻസ് ഉണ്ടാകാൻ തുടങ്ങി. സ്ത്രീകളുടെ മേലെ ഒത്തിരി വൾണറബിലിറ്റീസും വരാൻ തുടങ്ങി. സോ ഇതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ചേഞ്ച്. സോ ഈ 2 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിനെ നിങ്ങൾക്ക് നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിനും അത്യാവശ്യം ചാലഞ്ചിങ് ആണ്. ക്രിട്ടിക്കലി എക്സാമിൻ ദി കണ്ടീഷൻ ഓഫ് വിമൻ ഡ്യൂറിങ് ഏർലി വേദിക് പീരീഡ്. അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ കീവേഡ് ക്രിട്ടിക്കലി എക്സാമിൻ ആണ്. ക്രിട്ടിക്കലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിലല്ല, അത്രയും സൂക്ഷ്മമായിട്ട് എക്സാമിൻ ചെയ്യാം. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏർലി വേദിക് ടൈമിൽ എന്താണ്, സ്ത്രീകൾക്ക് അത്യാവശ്യം നല്ല സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി they enjoyed greater degree of status. അത് മനുഷ്യരുടെ പ്രത്യേകതയല്ല, ഇക്കണോമിക് വേ ഓഫ് ലൈഫിന്റെ പ്രത്യേകതയാണ്. ട്രൈബൽ ആൻഡ് നൊമാഡിക് നേച്ചറിന് കാരണമാണ്. ഒരു നൊമാഡിക് നേച്ചറിന്റെ പ്രത്യേകതയായിരുന്നു ഒരു കൺസിഡറബിൾ സോഷ്യോ ഇക്കണോമിക് ഇക്വാളിറ്റി. എന്താണ് ഈ നൊമാഡിക് ലൈഫിന്റെ പ്രത്യേകത? ട്രൈബൽ ആൻഡ് നൊമാഡിക് ലൈഫിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് ട്രൈബൽ ആൻഡ് നൊമാഡിക് വേ ഓഫ് ലൈഫ് നമുക്ക് ഇത് തരുന്നത്, ഒരു സോഷ്യോ ഇക്കണോമിക് ഇക്വാലിറ്റി തരുന്നത്? ആർക്കെങ്കിലും പറയാമോ? ഫിസിക്കൽ പവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, ഗോത്രങ്ങൾ എവിടെ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്. ട്രൈബൽസ് സമാധാനപ്രിയരല്ല. അതല്ല, മനുഷ്യൻ സമാധാനപ്രിയനല്ല. മനുഷ്യൻ ബേസിക്കലി ഈവിൾ ആണ്, വയലന്റ് ആണ്. അതല്ല അതിന്റെ കാര്യം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. കാട് ആരുടെയും തറവാട്ട് സ്വത്തല്ല, എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതാണ് ഈ ട്രൈബൽ ആൻഡ് നൊമാഡിക് വേ ഓഫ് ലൈഫിന്റെ പ്രത്യേകത. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യോ ഇക്കണോമിക് ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇഗാലിറ്റേറിയനിസം ഉണ്ടാകാനായിട്ടുള്ള മെയിൻ റീസൺ പ്രൈവറ്റ് പ്രോപ്പർട്ടിന്റെ ആബ്സെൻസ് ആണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുമ്പോഴാണ് നമുക്ക് ഗ്രീഡ് ഉണ്ടാകുന്നത്. നമുക്ക് ബാക്കിയുള്ളവനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തോന്നുന്നതെല്ലാം ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. സോ കൺസിഡറബിൾ സ്റ്റേറ്റസ് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു. അതിന് ക്രിട്ടിക്കലി എക്സാമിൻ ആണ്. സോ നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെക്കേണ്ടി വരും. ഏർലി വേദിക് ടൈമിൽ 33 ദൈവങ്ങളെ കാണാൻ സാധിക്കുന്നത്, 7 പേര് സ്ത്രീ ദൈവങ്ങളാണ്. സ്ത്രീകൾ രചിച്ച ശ്ലോകങ്ങൾ നിങ്ങൾക്ക് ഋഗ്വേദയിൽ കാണാൻ സാധിക്കും. അപല, ഘോഷ, വിശ്വവര പോലത്തെ സ്ത്രീകൾ കമ്പോസ് ചെയ്ത ഹിംസ് അല്ലെങ്കിൽ ശ്ലോകാസ് ഋഗ്വേദയിലുണ്ട്. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ പോപ്പുലർ അസംബ്ലി അല്ലെ. ചൈൽഡ് മാരേജ് ഇല്ലായിരുന്നു. വിഡോ റീമാരേജ് ഉണ്ടായിരുന്നു. വിഡോ റീമാരേജ് ഉണ്ടായിരുന്നു. അതായത് എന്താ പറഞ്ഞ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ആ കുടുംബത്തിൽ തന്നെ മറ്റൊരാൾ വിവാഹം കഴിക്കും. ഹസ്ബൻഡ്സ് ബ്രദർ ഓർ എനി ഡിസ്റ്റന്റ് കസിൻ വിവാഹം കഴിക്കും. അതാണ് നമ്മൾ പൊതുവെ ഇന്ന് നമ്മൾ നാട്ടിൽ പറയത്തില്ലേ, ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ കോഴിക്കോട്ടേക്കാ കല്യാണം കഴിച്ചു വിട്ടെ, അല്ലെങ്കിൽ കോട്ടയത്തേക്കാ കല്യാണം കഴിച്ചു വിട്ടെ, അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലേക്ക് അയച്ചേ. അത് പഴയ ഒരു ട്രഡീഷനാണ്. ഒരു കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ചു വിടുന്നത്. ഏർലി വേദിക് ടൈമിലൊക്കെ ഫോഴ്സ്ഡ് വിഡോഹുഡ് ഒന്നുമില്ല. പക്ഷെ ഒരു സ്ത്രീനെ ഒരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വിട്ടാൽ പിന്നെ ആ കുടുംബത്തിന്റെ ഭാഗമാണ്. ആ കുടുംബത്തിനകത്ത് തന്നെയുള്ള ആൾക്കാർ വിവാഹം കഴിക്കും. അതാണ് ഈ നിയോഗ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ ചൂസ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നത് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധർവ വിവാഹനെ പോലെ സംഭവങ്ങളുണ്ട്. അൺമാരീഡ് വിമന്റെ ഇഷ്ടം പോലെ റെഫറൻസസ് ഉണ്ട്. ലേറ്റർ വേദിക് ടൈമിൽ വരുമ്പോഴത്തേനും സ്പിൻസ്റ്റർഹുഡ് ഒരു കേഴ്സ് ആയിട്ടാണ് പറയുന്നത്.
വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരു ശാപമായിട്ടാണ് ലേറ്റർ വേദിക് ടൈമിൽ പറഞ്ഞത്. സ്പിൻസ്റ്റർഹുഡ് ഈസ് കൺസിഡർഡ് ആസ് എ കേഴ്സ്. അതാണ് ലേറ്റർ വേദിക് ടൈമിൽ. പക്ഷെ ഏർലി വേദിക് ടൈമിൽ അത്ര ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അൺമാരീഡ് വിമനെ അത്ര ഒരു മോശം ലൈൻ ലൈറ്റിലൊന്നും അല്ല നിർത്തിയിരിക്കുന്നു. പിന്നെ സാക്രിഫൈസസിൽ, റിലീജിയസ് സാക്രിഫൈസസിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാണ് സാക്രിഫൈസസ് കൊടുക്കുന്നത്. പക്ഷെ ഇന്നൊന്നും അങ്ങനെയല്ല. ഇന്ന് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ പുറകിൽ നിന്ന് പൂജാ സാധനങ്ങൾ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ 21ാം നൂറ്റാണ്ടിൽ പോലും സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസസ് ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്ത്രീകൾ കൺസിഡറബിൾ സ്റ്റേറ്റസ് എൻജോയ് ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യം ഇതൊരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു അല്ലോ എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ളൊരു സോഷ്യോ ഇക്കണോമിക് ഇക്വാളിറ്റി ഉണ്ട് എന്നുള്ളൊരു പ്രചാരണം ഉണ്ട്. ഏർലി വേദിക് ടൈമിൽ സ്ത്രീകളൊക്കെ ഭയങ്കര ഈക്വൽ ആയിരുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം ഉണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 19ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങിയതാണ്. കാരണം 19ാം നൂറ്റാണ്ടിൽ നമ്മൾ ദേശീയ പ്രസ്ഥാനം വളർന്നു വരുന്നു, നാഷണൽ മൂവ്മെന്റ് വളർന്നു വരുന്നു. അത് നാഷണൽ ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഓറിയന്റൽ സ്കൂളിന്റെ പ്രത്യേകത, നാഷണലിസ്റ്റ് സ്കൂളിന്റെ പ്രത്യേകത. ഈ ഏർലി വേദിക് പീരീഡിനെ ഒരു ഗോൾഡൻ പീരീഡ് ആക്കി മാറ്റിയത് അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിച്ചത് ഈ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആണ്. കാരണം അവര് ആ കൊളോണിയൽ ഡിസ്കോഴ്സിനെ, കൊളോണിയൽ ചിന്താധാരയെ ചലഞ്ച് ചെയ്തു. സോ these historians, they wanted to project that Indians were better than Europeans in the past. അത് മാത്രമല്ല, ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ സൊസൈറ്റി സ്റ്റാഗ്നന്റ് ആയിരുന്നു. വേദിക് കാലഘട്ടം തൊട്ട് ഇവിടം വരെ ഇന്ത്യൻ സൊസൈറ്റി സ്റ്റാഗ്നന്റ് ആയിരുന്നു. വർണ്ണാശ്രമ സിസ്റ്റത്തിന് ആയിരുന്നു അതിന്റെ കോറ്. ഒരു മാറ്റവും ഇല്ലാത്തൊരു സമൂഹമാണ് ഇന്ത്യൻ സൊസൈറ്റി എന്നാണ് ഈ ഓറിയന്റൽ സ്കോളേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമുക്ക് പറയണം അത് സ്റ്റാഗ്നന്റ് ആയിരുന്നു. വി ഓൾവേസ് സഫേർഡ് ഫ്രം മൊണാർക്കിയൽ മിസ്റൂൾ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, യൂറോപ്യൻസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, വി ഓൾവേസ് സഫേർഡ് ഫ്രം മൊണാർക്കിയൽ മിസ്റൂൾ. സോ ഇങ്ങനെയൊക്കെ ആ കൊളോണിയൽ ഡിസ്കോഴ്സിനെ ചലഞ്ച് ചെയ്യാനുള്ളൊരു പ്രവണതയാണ് ഈ വേദിക് കാലഘട്ടത്തിനെ, ഏർലി വേദിക് കാലഘട്ടത്തിനെ ഭയങ്കര ഒരു സോഷ്യോ ഇക്കണോമിക് കാലഘട്ടമായിട്ട് ചിത്രീകരിക്കുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നു. ഡിഗ്രി ഓഫ് ഡൊമിനൻസ് ലെസ് ആയിരുന്നു. ഡിഗ്രി ഓഫ് ഡൊമിനൻസ് ലെസ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് നോട്ട് എ സൊസൈറ്റി ഓഫ് ഈക്വൽസ്. ബട്ട് ഷ്യൂർലി നോട്ട് എ സൊസൈറ്റി ഓഫ് ഈക്വൽസ്. റാങ്ക് ആൻഡ് ജെൻഡർ വാസ് ദി ബേസിസ് ഫോർ ഇൻഇക്വാളിറ്റി. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. സ്ത്രീകൾ ശ്ലോകങ്ങൾ കമ്പോസ് ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ വളരെ കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. 1024 ശ്ലോകങ്ങളാണ് ഋഗ്വേദയിലുള്ളത്. 1024 ഹിംസ് അല്ലെങ്കിൽ ശ്ലോകങ്ങളാണ് ഋഗ്വേദയിലുള്ളത്. അതിൽ ആകെ 12 or 15 എണ്ണം മാത്രമാണ് സ്ത്രീകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു സേജസും. സന്യാസിനിമാർ വളരെ കുറവാണ്. ആൻഡ് ദേ ഹാഡ് ലിമിറ്റഡ് ആക്സസ് ടു സീക്രട്ട് ലേണിംഗ്. അതിന്റെ മെയിൻ റീസണും അത് തന്നെയാണ്. കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തെങ്കിലും ദേ ഹാഡ് വെരി ലിമിറ്റഡ് ആക്സസ് ടു സീക്രട്ട് ലേണിംഗ്സ്. ഇനി സ്ത്രീയുടെ ഇൻഡിവിജ്വൽ ഏജൻസിനെ ആരും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ദമ്പതീസ് സാക്രിഫൈസ് ചെയ്തു എന്നാണ് പറയുന്നത്, പക്ഷെ സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. പുരുഷൻ ഒറ്റയ്ക്ക് സാക്രിഫൈസ് ഓഫർ ചെയ്യാം, പുരുഷൻ ഒറ്റയ്ക്ക് സാക്രിഫൈസ് ഓഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ സ്ത്രീ ഒരിക്കലും ഒറ്റയ്ക്ക് റിച്വൽസോ സാക്രിഫൈസോ ഓഫർ ചെയ്തിരുന്നില്ല. പക്ഷെ ഭർത്താവിന്റെ ഒപ്പം ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡ് ദേ ഡു നോട്ട് അപ്പിയർ ആസ് ഗിവേഴ്സ് ഓർ റിസീവേഴ്സ് ഓഫ് ദക്ഷിണാസ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മൊത്തം ആൺമക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് പ്രജ, പുത്ര ആൻഡ് പശു. ആൻഡ് ആബ്സെൻസ് ഓഫ് സൺസ് വെർ കൺസിഡർഡ് ആസ് ഡിപ്ലോറബിൾ. ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി തന്നെയായിരുന്നു. ഒരു പ്രീ ഡൊമിനൻസ് പുരുഷന്മാര് എൻജോയ് ചെയ്തിരുന്നു. ഇതിലൊരു ഗോൾഡൻ പീരീഡ് ആയിട്ട് ചിത്രീകരിക്കുന്നത് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആയിരുന്നു. ബിക്കോസ് ദേ വാണ്ടഡ് ടു ചലഞ്ച് ദി ഓറിയന്റൽ സ്കോളേഴ്സ് വേ ഓഫ് തിങ്കിങ്. ഓറിയന്റൽ സ്കൂളിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. 21ാം നൂറ്റാണ്ടിൽ ഇരുന്ന് നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ
നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത്രേ ഉള്ളൂ. ജസ്റ്റ് സെഷൻ. കാരണം എല്ലാവരെയും വിളിച്ച് ഫീഡ്ബാക്ക് ഇങ്ങനെ തരുന്നതേ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളൊരു സെഷനായിട്ട് വെച്ചത് കേട്ടോ. വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിലെ പ്രൈമറി ഓക്യുപ്പേഷൻ അഗ്രികൾച്ചർ ആണ്, അനിമൽ ഹസ്ബൻഡറി അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് പക്ഷെ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ സെറ്റിൽഡ് ലൈഫും ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് രണ്ടും എങ്ങനെ കോറിലേറ്റ് ആവും? അതായത് ട്രൈബൽസ് എങ്ങനെ കൃഷി ചെയ്യുന്നത്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ് അല്ലേ? അത്രേ ഉള്ളൂ. അഗ്രികൾച്ചർ പ്രൈമറി ഓക്യുപ്പേഷൻ ആകുന്നതും സെഡൻഡറി ലൈഫ് ഓർ സെറ്റിൽഡ് ലൈഫ് കോമൺ ആകുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ. ഇവരുടെ പ്രൈമറി ഓക്യുപ്പേഷൻ അഗ്രികൾച്ചർ ആയിരുന്നു, ബട്ട് സ്റ്റിൽ അവരൊരു നൊമാഡിക് വേ ഓഫ് ലൈഫാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഗ്രാമിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രാമം, അതാണ് അങ്ങനെ നമ്മൾ വിശ്വസിക്കാനായിട്ടുള്ള മെയിൻ റീസൺ, ഗ്രാമ എന്ന വാക്കിന്റെ അർത്ഥം ക്ലാൻ എന്നാണ്. ഗ്രാമ എന്ന വാക്കിന്റെ അർത്ഥം ക്ലാൻ എന്നാണ്, അല്ലാതെ വില്ലേജ് എന്നല്ല. ക്ലാൻ, ട്രൈബ് എന്നാണ് ഗ്രാമ എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ ടെറിട്ടോറിയൽ കിങ്ഡംസ് ഇല്ല, ടെറിട്ടറീസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതിന്റെ റീസൺ അവരൊരു നൊമാഡിക് വേ ഓഫ് ലൈഫ് ലീഡ് ചെയ്തിരുന്നു. പക്ഷെ പ്രൈമറി ഓക്യുപ്പേഷൻ വാസ് അഗ്രികൾച്ചർ. ഓക്കെ അല്ലേ? ശരി. നാളെ രാവിലെ ക്ലാസ്സില്ലേ? നാളെ രാവിലെ ഉണ്ട്. നാളെ രാവിലെ ഗാന്ധിയൻ ഫേസ്, ഗാന്ധിയൻ ചമ്പാരൻ സത്യാഗ്രഹം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നാളെ കാണാം. എല്ലാം പറഞ്ഞത്.